50 വർഷത്തിലധികം സേവന പാരമ്പര്യവുമായി സ്വാമീസ് കിച്ചൺ വെജിറ്റേറിയൻ ഹോട്ടൽ ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു. വിവിധതരം ദോശ വെറൈറ്റികൾ, സ്വാദിഷ്ടമായ പലഹാരങ്ങൾ, ഉച്ചയൂണ്, വീട്ടിൽ ഉണക്കിപ്പൊടിച്ചുണ്ടാക്കുന്ന മസാലപ്പൊടികൾ, ഇഡ്ഡലി, ദോശ മാവ് തുടങ്ങിയവയെല്ലാം സ്വാമീസ് കിച്ചണിൽ നിന്നും ലഭ്യമാക്കുന്നു. എല്ലാവിധ ആഘോഷങ്ങൾക്കും കാറ്ററിംഗ് സർവീസ് ഉത്തരവാദിത്വത്തോടെ ചെയ്തു നൽകുന്നു. ശനിയാഴ്ച ദിവസങ്ങളിൽ സ്പെഷ്യൽ ഡിഷുകളും കൂടാതെ വാഹന പാർക്കിംഗ് സൗകര്യവും സ്വാമീസ് കിച്ചൺ ഒരുക്കിയിട്ടുണ്ട്. മനസ്സിനെയും നാവിനെയും ഒരുപോലെ കീഴടക്കാൻ പരമ്പരാഗത തനിമയിൽ നാവിൽ കൊതിയൂറും വിഭവങ്ങളുമായി സ്വാമീസ് കിച്ചൺ ഒരുങ്ങിക്കഴിഞ്ഞു. സ്വാമീസ് കിച്ചൺ 4 ബിൽഡിംഗ്, ചേലക്കര. ഫോൺ 7356566954. 43 വർഷത്തെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിക്കുന്ന ചെറുതുരുത്തി പോസ്റ്റ് ഓഫീസിന് കീഴിലെ നെടുമുര ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ സരസ്വതിക്ക് യാത്രയയപ്പ് നൽകി. വടക്കാഞ്ചേരി സബ് ഡിവിഷണൽ ഇൻസ്പെക്ടർ PS രമേശ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. പറയുമ്പോൾ ഒരു ഉറപ്പില്ല, ആളെ കൊണ്ട് അതാവോ പറ്റുമോ എന്നൊക്കെ സംശയിക്കും. പക്ഷെ ഏറ്റവും ഭംഗിയായിട്ട് ആളത് ചെയ്തിട്ടുണ്ടാവും. അതായത് പ്രായത്തിനെ വെല്ലുവിളി മറികടന്ന് ഏറ്റവും നന്നായി ചെയ്തിട്ടുള്ള ഒരാളാണ്. അതുപോലെ തന്നെ സബ് ഡിവിഷൻ്റെ ടാർഗറ്റുകളൊക്കെ വളരെ ഭംഗിയായിട്ട്, ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല. ഞാൻ ഇവിടെ വരുന്നതായിട്ട് മുന്നേ എനിക്കറിയാം. ഞാൻ തൃശ്ശൂർ നോർത്ത് സബ് ഡിവിഷനിലിരിക്കുമ്പോഴൊക്കെ എനിക്ക് ആളുടെ പെർഫോമൻസ് അറിയാറുണ്ട്. കാരണം റീജിയണൽ ലെവലിൽ, സർക്കിൾ ലെവലിലാണ് ആൾ അവാർഡ് വാങ്ങാറ്, ഡിവിഷൻ ലെവലിലല്ല. അത് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ കൊല്ലം വാങ്ങിക്കൊണ്ടിരിക്കാറുണ്ട്. ഞാൻ വന്നതിന് ശേഷം 2-3 തവണ റീജിയണൽ ലെവൽ അവാർഡ് നേടിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് അവാർഡുകളും ഡിവിഷൻ്റെ സബ് ഡിവിഷൻ്റെ ടാർഗറ്റുകളൊക്കെ അച്ചീവ് ചെയ്യുന്ന BPM പോകുന്നത് ഒരു വലിയ നഷ്ടം തന്നെയാണ് സബ് ഡിവിഷനും ഡിവിഷനും. റിട്ടയർമെൻറ്റ് 65 വയസ്സാകുമ്പോൾ അനിവാര്യമാണ്. അപ്പോൾ അത് അംഗീകരിച്ച് പറ്റും. ഈ ഒരു നഷ്ടം തന്നെയാണ് ഡിവിഷനെടുത്ത്. അതൊരിക്കലും അത് നികത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വടക്കാഞ്ചേരി സബ് ഡിവിഷനിൽ 66 ഓഫീസുകളിലെ ഒരു പെർമിസിബിൾ ലിമിറ്റ് ഓഫ് ലോസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ഞങ്ങൾ ഡിവിഷനിലൊക്കെ കണക്കെടുക്കുമ്പോൾ ഒരു പെർസെൻറ്റേജ് നോക്കുമ്പോൾ അതൊരു 33% മുകളിലാവണം എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ഒരേ ഒരു ഓഫീസ് നെടുമ്പൂര് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ വളരെയധികം നന്ദിയാണ് പറയാനുള്ളത്. ചെറുതുരുത്തി സബ് പോസ്റ്റ് ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിൽ ചെറുതുരുത്തി പോസ്റ്റ് മാസ്റ്റർ ലിയോ വർഗീസ് അധ്യക്ഷത വഹിച്ചു. 24-ാം വയസ്സിൽ പോസ്റ്റ് മാസ്റ്ററായി ജോലിയിൽ പ്രവേശിച്ച ആറ്റൂർ കൈപ്പഞ്ചേരി മനയിലെ KP സരസ്വതി മികച്ച പ്രവർത്തനങ്ങൾ മൂലം സർവീസിലും നാട്ടിലും മിന്നും താരമായിരുന്നു. 1984 മാർച്ച് 28-നാണ് സരസ്വതി ഗ്രാമീണ ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററായി ജോലിയിൽ പ്രവേശിച്ചത്. നിലവിൽ ജില്ലയിലെ ഏറ്റവും സീനിയറായ വനിതാ പോസ്റ്റ് മാസ്റ്റർ കൂടിയാണ് സരസ്വതി. പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ സർക്കിൾ അവാർഡുകൾ കഴിഞ്ഞ 3 വർഷങ്ങളിൽ തുടർച്ചയായി സരസ്വതിക്കാണ് ലഭിച്ചിരുന്നത്. കൈപ്പഞ്ചേരി മനയ്ക്കൽ ശിവോത്തമൻ നമ്പൂതിരിയാണ് സരസ്വതിയുടെ ഭർത്താവ്. തൃശൂർ സൗത്ത് സബ് ഡിവിഷണൽ ഹെഡ് സജി ജോൺ, വടക്കാഞ്ചേരി പോസ്റ്റ് മാസ്റ്റർ PN ശങ്കരൻ, മെയിൽ ഓവർ ചെയർമാരായ ജോഷി, ജയൻലാൽ, സുരേഷ് കുമാർ, മുൻ ചെറുതുരുത്തി പോസ്റ്റ് മാസ്റ്ററായ ജലീൽ, മല്ലിക തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. വർഷത്തെ ജോലി പൂർത്തീകരിച്ച് വാനപ്രസ്ഥത്തിലേക്ക് അഥവാ ജീവിത സായാഹ്നത്തിലേക്ക് മടങ്ങി തപാൽ വകുപ്പിൻ്റെ പടികളിറങ്ങുമ്പോൾ എൻ്റെ ആത്മസമർപ്പണം നടത്തുന്നു എന്നല്ലാതെ എനിക്ക് പറയാൻ വാക്കുകളില്ല. പിന്നിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ സന്തോഷത്തിൻ്റെ, സങ്കടത്തിൻ്റെ, പരാധീനതകളുടെ ഒരുപാട് കൂമ്പാരങ്ങളുണ്ട്. എന്നാലും നെടുമ്പുര പ്രദേശം തീർത്തും
തീർത്തും നിഷ്കളങ്കമായ ഒരു ഗ്രാമീണതയുടെ നിഷ്കളങ്കതയിൽ നിറഞ്ഞു നിൽക്കുന്ന റൈറ്റ് വിഷൻ ന്യൂസ് ചെറുതുരുത്തി. വനിതാ ഉദ്യോഗാർത്ഥികൾക്ക് ജോലി നേടാൻ ഇതാ ഒരു സുവർണാവസരം. ചേലക്കരയിലെ പ്രമുഖ വ്യവസായ സ്ഥാപനമായ ജോഷുവ പോളിമേഴ്സ് കമ്പനിയിലേക്ക് വനിതാ ഉദ്യോഗാർത്ഥികളെ തേടുന്നു. വിദ്യാഭ്യാസ യോഗ്യതയോ പ്രവൃത്തി പരിചയമോ ആവശ്യമില്ല. കൂടാതെ ഉയർന്ന ശമ്പളവും ESI PF ആനുകൂല്യങ്ങളും വാഹന സൗകര്യങ്ങളും ഉണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടൂ ജോഷുവ പോളിമേഴ്സ് ചേലക്കര. ഫോൺ 9074305574 7560 999 543.